കർത്താവിൻ്റെ ദാസന്മാർക്കും കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് ഈ PYPയുടെ ക്യാമ്പ് സ്വീകരിച്ചിരിക്കുന്നത്. അത് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്രിസ്തീയ ജീവിതവും വെല്ലുവിളികൾ. സംഘാടകർ എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആ തീമിൽ നിൽക്കാതെ സംസാരിക്കുവാൻ. എന്നാലും ഞാൻ ആ തീമിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ പത്രോസിൻ്റെ ലേഖനത്തിലേക്കല്ല, ആ തീം നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കുവാനായി യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 2 വാക്യങ്ങൾ കുറിവാക്യമായി വായിച്ചിട്ട് 1-ാം അധ്യായം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഇത്രയും നമുക്കുള്ള പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വചനം: ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. 2-ാം അധ്യായം 1-ാം വചനം: എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. മതി. ആദ്യത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതം, രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വെല്ലുവിളി, പാപം. കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാളാണ് ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 4-ാമത്തെ സുവിശേഷം, 3 ലേഖനങ്ങൾ, ഏറ്റവും അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. യോഹന്നാന്റെ ലേഖനങ്ങളും സുവിശേഷവും പ്രാവചനികമായി എഴുതിയ പുസ്തകവും മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം മുൻതൂക്കം കൊടുക്കുന്നത് ആത്മീക വിടുതലിന് വേണ്ടിയാണ്. യോഹന്നാൻ മാത്രമല്ല, പുതിയ നിയമത്തിലെ എല്ലാ എഴുത്തുകാരും സ്പിരിച്വൽ ഡെലിവറൻസ് ആണ് ഫോക്കസ്. ബൈബിളിൻ്റെ മുഖ്യ വിഷയം ആത്മീക വിടുതലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ മുഖ്യമായ ശുശ്രൂഷ ആത്മാക്കളുടെ വിടുതലായിരുന്നു. രോഗസൗഖ്യമുണ്ട്, ശാരീരിക വിടുതലുകളൊക്കെ ഉണ്ട്. എങ്കിലും അതിൻ്റെ എല്ലാം ഉദ്ദേശമെന്ന് പറയുന്നത് യേശുക്രിസ്തു ആരാണ് എന്ന തിരിച്ചറിവിലേക്ക് വ്യക്തികൾ കടന്നു വരിക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം പരിശോധിച്ചാൽ യോഹന്നാൻ എന്തിനാണ് സുവിശേഷം എഴുതിയത്? യോഹന്നാൻ 20:31 കുറിവാക്യം. എല്ലാവരും യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. അവ എഴുത്തുകാരനായ യോഹന്നാൻ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം സ്പിരിച്വൽ ഡെലിവറൻസ് ആണ്. എന്തിനാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയിരിക്കുന്നത്?
അനേക കാര്യങ്ങൾ ഈ ലേഖനം എഴുതിയതിനോടുള്ള ബന്ധത്തിൽ ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്കിലും 1 യോഹന്നാൻ 5-ാം അധ്യായം 13-ാം വചനം, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. സുവിശേഷം എഴുതിയത് ആളുകൾക്ക് നിത്യജീവൻ ഉണ്ടാകണം. ലേഖനം എഴുതിയിരിക്കുന്നത് ഉറപ്പായി അവർ ഗ്രഹിക്കണം, അവർ ആത്മീകമായി വിടുവിക്കപ്പെട്ടവരാണ്, അവരിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ജീവനാണ്. 3-ാമത്തെ വാക്യം നമ്മൾ കുറിവാക്യമായി വായിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു കൺവെൻഷനാണ് എന്നെനിക്കറിയാം. എന്നാലും മിക്കവരും ദൈവമക്കളായതുകൊണ്ട് ധൃതി പ്രസംഗത്തിന് മുതിരാതെ ഈ വാക്യങ്ങളുടെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. അതുകൊണ്ട് ഒരു പഠന ശൈലിയിലാണ് ഞാൻ മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നത്. എന്നാണ് 3-ാമത്തെ വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോസ്തലൻ പറയാ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, അത് നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ടാകണം. എന്നിട്ട് അതിനോട് ചേർന്ന് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. എന്താണ് ലേഖകൻ കണ്ടതും കേട്ടതും? അത് മനസ്സിലാകണമെങ്കിൽ ആദ്യത്തെ 2 വചനങ്ങൾ നമ്മൾ വായിച്ച് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യത്തെ വാക്യം, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പോൾ ജീവന്റെ വചനം സംബന്ധിച്ചാണ് അദ്ദേഹം ഈ കണ്ടു, കേട്ടു, നോക്കി, തൊട്ടു എന്നൊക്കെ പറയുന്നത്. 2-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണം. ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ആയിരുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷമായതുമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. കൂട്ടായ്മ ഉണ്ടാകുവാൻ ജീവൻ പ്രത്യക്ഷമായി. ജീവൻ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ലേഖകൻ ഓഡിയൻസിനെ അറിയിക്കുന്നത്. അവിടെ ജീവൻ, നിത്യജീവൻ പ്രത്യക്ഷമായി എന്നൊക്കെ ഉള്ളത് വ്യാഖ്യാനിക്കുവാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ 4-ാം വാക്യം, അവനിൽ ക്രിസ്തുവിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. ജീവൻ, നിത്യജീവൻ എന്ന വാക്കുകളിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് യോഹന്നാന് പറയുവാനുള്ളത് എന്നത് വ്യക്തമാണ്. പക്ഷേ യേശുവിനെ കുറിച്ച് എന്താണ് യോഹന്നാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്? വാക്കുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട വാക്കുകൾ അവിടെ. 1-ാമത്തെ വാക്ക് ആദി മുതലുള്ളതും, 2-ാം വചനത്തിൽ ഒരു വാക്ക് പിതാവിനോട് കൂടെയിരുന്ന. യേശു കേവലം മനുഷ്യനല്ല, ആദി മുതലുള്ളവൻ എന്ന് പറഞ്ഞാൽ എത്രയും ആദി. ഉൽപ്പത്തി 1-ന്റെ 1 ഒരാദിയുണ്ട്, അത്ര മതിയോ? പോരാ, പിതാവിന്റെ സന്നിധിയിലുള്ളവൻ, ഇന്നലത്തെ നിത്യത മുതലുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. ജോൺ ആദ്യം പറയുന്ന വിഷയം
യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ചില സംഘങ്ങൾ പോലും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ 10ാം ക്ലാസ് കഴിഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞു, പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ നിങ്ങളുമായി കൂട്ടുപിടിച്ച് അവിടുന്ന് കേവലം മനുഷ്യനായിരുന്നു, അവിടുന്ന് ദൈവമല്ല എന്ന കാര്യം അവതരിപ്പിക്കുമ്പോൾ, കുഞ്ഞെ, അവൻ കേവലം മനുഷ്യനല്ല, അവൻ ദൈവമാണ് എന്ന് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണമുള്ള വചനം നിന്റെ ഉള്ളിൽ നീ ഉറപ്പായി എഴുതിക്കണം. യേശു ദൈവമെന്നുള്ള വെളിപ്പാട് ദൈവവചന അടിസ്ഥാനത്തിൽ നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. നാം രക്ഷിക്കപ്പെടുവാനുള്ള ഒരു പ്രധാന കാരണമാണ് that Jesus is the Son of God. ബൈബിൾ ഉടനീളം നിങ്ങൾ പരിശോധിച്ചാൽ ബൈബിളിന്റെ ഒരു പ്രധാനപ്പെട്ട ദൂതാണ് that Jesus is God. യോഹന്നാൻ 1 മുതലുള്ള വചനങ്ങൾ നിങ്ങൾക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം വചനമെന്ന് സംബോധന ചെയ്യുന്നത് 14ാം വാക്യവും 18ാം വാക്യം കൂടെ ചേർത്ത് പരിശോധിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ആദിയിൽ വചനം യേശു ഉണ്ടായിരുന്നു. മറിയയുടെ ഉദരത്തിൽ ജനിച്ച് മനുഷ്യനായി നടന്ന ക്രിസ്തു ജഡാവതാരമാണ്. മറിയയുടെ ഉദരത്തിൽ യേശുവിന്റെ തുടക്കം അവിടെയല്ല. അവൻ ഇന്നലത്തെ നിത്യത മുതൽ പിതാവാം ദൈവത്തോട് കൂടെ ഇരുന്നവനാണ്. യോഹന്നാൻ 1:1 വളരെ സമയമെടുത്ത് വ്യാഖ്യാനിക്കേണ്ടതാണ്. എന്നാലും ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി. വചനം ദൈവം. 2 ദൈവമുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുടെ മുൻപിൽ ത്രിത്വമെന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വെളിപ്പാടിനെ മറ്റുള്ളവർക്ക് കൈമാറുവാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അതിന്റെ നിലയിൽ പ്രാപ്തിയില്ലാതെ വരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉടനെയുള്ള ചോദ്യമാണ്, നിങ്ങൾ പോളിത്തിസ്റ്റുകളാണോ? ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണോ? ഇന്ന് രാത്രി കേൾക്കണം, ഞങ്ങൾ മോണോത്തിസ്റ്റുകളാണ്, ഏകദൈവ വിശ്വാസികളാണ്. പക്ഷേ ബൈബിൾ വെളിപ്പെടുത്തുന്നു, ആ ഏകദൈവം തന്നെത്താൻ 3 ആളത്വങ്ങളിൽ വെളിപ്പെടുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രൻ അല്ല, പുത്രൻ പിതാവ് അല്ല. One God manifesting in 3 persons. Praise the Lord. അതെന്റെ വിഷയമല്ലാത്തോടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ജീസസ് ഈസ് ഗോഡ്. ആദിയിൽ വചനമുണ്ട്, വചനം ദൈവത്തോടുകൂടെയായിരുന്നു. അവിടുത്തെ മൂലഭാഷയിൽ പ്രോസ് ടോൺ തിയോൺ എന്നൊരു പ്രയോഗം, അർത്ഥം ഇന്നലത്തെ നിത്യതയിൽ പിതാവും പുത്രനും മുഖാമുഖം കൂട്ടായ്മയാചരിച്ചു വന്നു. പിതാവിനോട് തുല്യനാണ് പുത്രൻ. He is God. യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ എഴുത്തുകാരൻ ബന്ധപ്പെടുകയാണ് ഓഡിയൻസിനോട് പറയാൻ, that Jesus is God. വേറെ ഒരുപാട് വാക്യങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ആ ഒരു വേദശാസ്ത്രപരമായ കാര്യത്തിൽ
മാത്രമല്ല ജോൺ നിൽക്കുന്നത്, അത് നാണയത്തിന്റെ ഒരു വശമാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ ജോൺ ബന്ധപ്പെടുന്നത് നാണയത്തിന്റെ മറുവശത്തിന് വേണ്ടിയാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാലഘട്ടത്തിൽ ദുരുപദേശകർ ഇന്നത്തെ പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു. ഒരു കൂട്ടർ പറഞ്ഞു, യേശു ദൈവമാണ്, പക്ഷേ യേശു ശരീരത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത് സാധ്യമല്ല. നോസ്റ്റിക് ചിന്ത. ആ നോസ്റ്റിക്കുകാരിൽ നിന്ന് 2 പിരിവുകൾ ഉണ്ടായി, ഡോസറ്റിസം, സെറന്തിസം. എന്താണ് ഡോസ്റ്റിക് ചിന്ത? ദൈവം ആത്മാവാണ്. യേശു ദൈവമാണെങ്കിൽ ശരീരത്തിൽ എങ്ങനെ വെളിപ്പെടും? ശരീരം പാപമുള്ളതാണ്. വിശുദ്ധനായ ദൈവം എങ്ങനെയാണ് ഒരു ശരീരത്തിൽ വെളിപ്പെടുന്നത്? സാധ്യമല്ല. പിന്നെ ഞങ്ങൾ കണ്ടതോ, അത് നിങ്ങൾക്ക് തോന്നിയതാണ്. രണ്ടാമത്തെ ഒരു ചിന്തയാണ് സെറന്തിനിസം. അവര് പറയുന്നത്, യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേൽക്കുന്ന സമയത്ത് ക്രിസ്തു വന്നു. പിന്നെ ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ക്രിസ്തു പോയി. ഇപ്പോഴും ഒത്തിരി പേരൊക്കെ ക്രിസ്തു വേറെ യേശു വേറെ എന്നൊക്കെ പറയുന്നു. ജോൺ എഴുതുകയാണ്, ജീസസ് ഈസ് ഗോഡ്. 100% അവിടുന്ന് ജഡയവതാരം ചെയ്തു. അവിടുത്തെ ശരീരം ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ നോക്കിയതാണ്. വാക്കുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾക്ക് തോന്നിയതല്ല. അവിടുത്തെ തിരുവായി മൊഴിഞ്ഞുള്ള പുണ്യവചനങ്ങൾ ഇക്കാതുകൾ കേട്ടതാണ്. ഗിരിപ്രഭാഷണം പറയുന്നത്, ദൈവരാജ്യം പറയുന്നത് ഞങ്ങളുടെ കാത് കേട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ കലക്കുവാൻ ചില ആളുകൾ ഒരുങ്ങിയപ്പോൾ സഭയെ ഉപദേശത്തിൽ നിർത്തുവാനായി ജോൺ എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് ഒന്നാമത്തെ ഈ ലേഖനം. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. ഇതാരാണ്ട് പറഞ്ഞൊന്നുമല്ല. We saw Jesus in his human body. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. ഇത് വേറൊരു പ്രയോഗം. ഞങ്ങൾ നോക്കിയതും. ഈ കണ്ടതും നോക്കിയതും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും നഗ്നനേത്രങ്ങൾ കൊണ്ടല്ലേ. ഞങ്ങൾ കണ്ടു, പിന്നെ പറയാ ഞങ്ങൾ നോക്കി. ചുമ്മാതൊന്ന് കണ്ടതല്ല, ഞങ്ങൾ കുറച്ചു സമയം തുറിച്ചു നോക്കി. അവൻ ആരാണ്, അവന്റെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് ഞങ്ങളെ നോട്ടത്തിൽ ഗ്രഹിച്ചു. അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു എന്നൊക്കെ യോഹന്നാൻ 14 എഴുതിയിരിക്കുന്നത് ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും. ഈ ഹ്യൂമൻ ബോഡി വീൽ ചെയ്ത ഒരു മഹത്വം ഉണ്ടായിരുന്നു. ഞങ്ങൾ തുറിച്ചു നോക്കി, ഞങ്ങൾ അതിനകത്ത് ആരാണെന്നുള്ളത് ഞങ്ങൾ ഗ്രഹിച്ചു. ജീസസ് ഈസ് ഗോഡ്, ജീസസ് ഈസ് ഹ്യൂമൻ. രണ്ടും 100%. അങ്ങനെ മറ്റൊരു വ്യക്തിത്വമില്ല. ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. We actually touched Jesus. അവിടുന്ന് ഞങ്ങളെ തൊട്ടു, ഞങ്ങൾ അവനെ തൊട്ടു. His body is real. വേദശാസ്ത്രത്തിലെ വളരെ ആഴമുള്ള കാര്യങ്ങളാണ് ജോൺ എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. 3-ാം വചനത്തിൽ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. എന്തവായി കണ്ടതും കേട്ടതും?
ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നിത്യത മുതൽ ഉള്ളവൻ കാലത്തിന്റെ സമ്പൂർണതയിൽ അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. He was incarnated in a human body. കുഞ്ഞുങ്ങളെ, ഈ ദൈവവചനമൊക്കെ അടിവരയിട്ട നിങ്ങളുടെ വിശ്വാസം വചനത്തിന്മേലാകണം. പാട്ടുപാടുന്നത് നല്ലതാണ്, ആ ഇളക്കത്തിലല്ല പെന്തക്കോസ്റ്റ് എക്സ്പീരിയൻസ് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. മാതാപിതാക്കളെ, ട്യൂഷന് വിടുന്നതിന് മുമ്പും സെക്കുലർ വിദ്യാഭ്യാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിസ്ഥാന ഉപദേശം പഠിപ്പിക്കുക. BSc നേഴ്സായതും ഡോക്ടറായതും എഞ്ചിനീയർ ആയതും ദൈവം മാനിച്ചു. എൻ്റെ സഹോദരി, ദൈവമില്ലെന്ന് പറയുന്നവന്റെ കൊച്ചുങ്ങൾ ഇതിനെക്കാട്ടി വലിയ ആളാണ്. ദൈവത്തിന്റെ നിലനിൽക്കുന്ന മാന്യത നിത്യതയാണ്, നിത്യജീവനാണ്. കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ നിന്ന് മാറ്റുവാൻ പ്രധാന കൈ മാതാപിതാക്കളുടെയാണ്. 15-16 വയസ്സാകുമ്പോൾ ലോക്കൽ ഉപദേശിയോട് വന്ന് മോക്ക് ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പ് സ്നാനപ്പെടണമെന്നൊരാഗ്രഹം പറഞ്ഞു. എന്തോന്നിനാ? മാനസാന്തരപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടോ? യേശു ആരാണെന്നറിയാമോ? അവ തത്ത പറയുന്നത് പോലെ യേശു ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ? ദൈവവചനത്തിൽ നിന്ന് വെളിപ്പാട് നിനക്ക് കിട്ടിയോ? ഇത് പറഞ്ഞു കൊടുക്കാൻ ഉപദേശമാരും കുറഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. എന്താണ് ജോൺ എഴുതുന്നത്? ജോൺ എഴുതുന്നത് നമുക്കെല്ലാവർക്കും കൂടെ കൈയടിച്ച് ഇങ്ങനെ കുറച്ചു നേരം അങ്ങ് പോകാമെന്നല്ല, നിത്യമായ സത്യത്തെ ആത്മാവിന്റെ ശക്തിയോടെ എഴുതി വച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് സഭയിൽ വ്യാപരിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു തെളിവ് പറയാ. പല തെളിവുകളുണ്ട്. ഒരു തെളിവ്, പക്ക ദൈവ വചനത്തിന്റെ ആഴം സഭയിലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ചിലപ്പോൾ ഒരു ലോക്കൽ ഉപദേശി ആരും അംഗീകരിച്ചെന്ന് വരത്തില്ല. വേദപുസ്തകമാണ് ഞാൻ പറയുന്നത്. അപ്പോസ്തലന്മാർ എല്ലാം ആത്മാവിന്റെ ശക്തിയോടെ നിത്യമായ ദൈവവചനം, എൻ്റെ വിശ്വാസം അടിസ്ഥാനപ്പെടുത്തേണ്ട ആഴമുള്ള സത്യങ്ങളാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ ആത്മാവ് നമ്മളെ നടത്തേണ്ടത് ഈ വചനത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോൺ എഴുതുകയാണ്, ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അറിയിക്കുന്നത്? എങ്ങനെയാണ് കൂട്ടായ്മ വരുന്നത്? ദൈവത്തോട് കൂട്ടായ്മ, മനുഷ്യനോട് കൂട്ടായ്മ. ശ്രദ്ധിച്ച് കേൾക്കണം. യേശു ദൈവം, യേശു മനുഷ്യനായി അവതരിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ that is the gospel. ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിച്ചു. എന്താ സുവിശേഷം? It is about Jesus Christ. ഇന്നലത്തെ നിത്യത മുതൽ ഉള്ളവൻ കാലത്തിന്റെ സമ്പൂർണതയിൽ മനുഷ്യനായി എന്തിനു വെളിപ്പെട്ടു? എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായി. ഇത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് കൂട്ടായ്മ ഉണ്ടാകാൻ. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദ ഗോസ്പൽ? സുവിശേഷം എന്തിനാണ് പറയുന്നത്? കൂട്ടായ്മ ഉണ്ടാകാൻ. എന്തു കൂട്ടായ്മ? 3-ാം വാക്യം ദൈവദാസൻ ഒന്നുകൂടെ വായിച്ച് സഹായിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകാതെ പോകും. വായിക്കാം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ശ്രദ്ധിക്കണം. ഫെലോഷിപ്പ്, കൂട്ടായ്മ, കൊയിനോനിയ. സുവിശേഷം അറിയിച്ചത് നിങ്ങൾ ആ സുവിശേഷം വിശ്വസിച്ച് ഞങ്ങളുമായി കൂട്ടായ്മ വേണം. ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തോടും ദൈവത്തിന്റെ പുത്രനായ യേശുവിനോടും
അവിടെ രണ്ട് കൂട്ടായ്മ. ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തോട്. നിങ്ങൾ ഈ സുവിശേഷം തന്നെയാണ് കേൾക്കുന്നത്, അത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ള ദൈവമായി നിങ്ങൾക്കും കൂട്ടായ്മയുണ്ട്. പോരാ, അതേ കാര്യം വിശ്വസിക്കുന്ന നമ്മൾ തമ്മിലും കൂട്ടായ്മയുണ്ട്. സുവിശേഷം എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് ജീസസ്. സുവിശേഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നഷ്ടപ്പെട്ടു പോയ ആളുകൾ, ദൈവത്തോടുള്ള കൂട്ടായ്മ വിച്ഛേദിക്കപ്പെട്ട പാപത്തിൽ പിടിക്കപ്പെട്ട വ്യക്തികൾക്ക് യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി സജീവ ഊഷ്മളമായ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ളതാണ് സുവിശേഷം. അത് മാത്രമല്ല, അങ്ങനെ കടന്നു വരുന്നവർ ഒരു കുടുംബത്തിലേക്കാണ് കടന്നു വരുന്നത്. അതുപോലെ തന്നെ പുതിയ ജനനം പ്രാപിച്ച ആളുകളുടെ മധ്യത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് അവർ തമ്മിലും ഒരു കൂട്ടായ്മയുണ്ട്. അതാണ് സുവിശേഷം. അനേക ആളുകൾ ചിന്തിക്കുന്നത് സുവിശേഷം വ്യക്തിപരമായ ആളുകളെ രക്ഷിക്കപ്പെടുത്തുക എന്ന് അത് മാത്രമാണ് ഉദ്ദേശമെന്ന്. അല്ല, അത് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആത്മരക്ഷ വ്യക്തിപരമാണ്. പക്ഷെ സുവിശേഷത്തിൽ മറ്റൊരു ദൂതുണ്ട്. രക്ഷിക്കപ്പെട്ടാൽ ഒറ്റയാൻ പോരാത്തതല്ല. ഞാനും എൻ്റെ കുടുംബം വീട്ടിലിരുന്ന് ആരാധിക്കും, അതല്ല സുവിശേഷം. സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന വ്യക്തികളുടെ കൂടെ നീ വന്ന് കൂട്ടായ്മ ആചരിക്കണം. അത് അർത്ഥവ്യാപ്തിയുള്ള വാക്കാണ്, അവിടെ ഞാൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും വിശ്വാസികളായതുകൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് മതിയായിരിക്കും. പുതിയ നിയമത്തിൽ കൂട്ടായ്മ എന്ന പദപ്രയോഗം ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യമാണ്. ആത്മനിറവ് നിന്ന സഭ എങ്ങനെയാ കൂട്ടായ്മ ആചരിച്ചത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു. അവിടെയാണ് ആദ്യമായി പുതിയ നിയമത്തിൽ കൂട്ടായ്മ എന്ന പ്രയോഗം. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കേട്ടോ, കൂട്ടായ്മയുടെ വിവിധ വശമാ. ആദ്യത്തെ കൂട്ടായ്മ വെർട്ടിക്കൽ അപ്പോസ്തോലിക് ടീച്ചിങ്, ദൈവത്തിന്റെ വചനം ദൈവത്തിൽ നിന്ന് അവർ പ്രാപിച്ചത് വെർട്ടിക്കലായിട്ടുള്ള ഫെലോഷിപ്പാണ്. പിന്നെ പ്രാർത്ഥിക്കുക ദൈവത്തോട്, പിന്നെ അപ്പം ഒരുമിച്ച് നുറുക്കുക, ഇതൊക്കെ കൂട്ടായ്മയാ. പലയിടത്തും അപ്പം നുറുക്കാൻ കഴിയാത്ത അന്തരീക്ഷം വന്നില്ലേ? അതെന്താണെന്ന് ഞാൻ പറയാം. മേളത്തെ വെർട്ടിക്കൽ ഫെലോഷിപ്പിൽ വന്ന പ്രശ്നം നിമിത്തമാണ് ഇപ്പോൾ സഹോദരന്മാർക്ക് തമ്മിലും കൂട്ടായ്മയില്ലാതിരിക്കുന്നത്. സജീവ കൂട്ടായ്മയിൽ നിന്നും പുറത്തു പോകുന്നത് പാപമാണ്. Praise the Lord. Vertical, horizontal, ഇതാണ് കൂട്ടായ്മ. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടോ? ഉണ്ട്. എന്നാൽ സഹോദരന്മാരുമായിട്ടും കൂട്ടായ്മ ഉണ്ടായിരിക്കണം. എന്താണ് കൂട്ടു സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് അയവ് വരുന്നത്? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വരുന്ന പ്രശ്നം നിമിത്തമാണ്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ 3 വാക്യങ്ങളാ. 4-ാം വാക്യം കൂടെ ദൈവദാസൻ വായിക്കണം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. എന്തിനാ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്? അതിന് ഒരു കാരണം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. ഞങ്ങൾ കണ്ടതും കേട്ടതും നോക്കിയതും തൊട്ടതുമായ ഈ സുവിശേഷം യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമായി കൂട്ടായ്മ ഉണ്ടാകും, നമ്മൾ തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകും. അതാണ് ക്രിസ്തീയ സന്തോഷം. ക്രിസ്തീയ സന്തോഷം വാഹനം മേടിക്കുന്നതല്ല. ക്രിസ്തീയ സന്തോഷം മകൻ ഡോക്ടറായതല്ല. ക്രിസ്തീയ സന്തോഷം അപ്പുറത്തെ വസ്തു മേടിക്കുന്നതല്ല. ഇത് തങ്ങളോട് പ്രവാചകൻ പറയും, വേദപുസ്തകം പറയുന്നത് ഞങ്ങളുടെ സന്തോഷം ആത്മീക സന്തോഷമാണ്.
പാപത്തിൽ നിൽക്കുന്ന നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട എന്നെയും നിങ്ങളെയും കൃപയാൽ സുവിശേഷം നിമിത്തം ദൈവത്തോടടുപ്പിക്കുകയും പിതാവേ എന്ന് വിളിക്കുവാൻ സുവിശേഷം നിമിത്തം ഇടയായി തീർന്നു. എന്റെ അകം തിളക്കുക, അതാ എന്റെ സന്തോഷം. നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒറ്റപ്പെട്ടാലും നോ പ്രോബ്ലം. ഞാൻ പോകുന്ന കൂട്ടായ്മ എനിക്കുണ്ട്. ക്രിസ്തീയ സ്നേഹം അനുഭവിക്കുന്നവർ തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. ഇതാണ് മരുഭൂമി യാത്രയിൽ നമുക്ക് ആവശ്യം. അതാണ് സന്തോഷം. ഇതിനൊക്കെ ഒത്തിരി പ്രശ്നമുണ്ടായി കേട്ടോ. ഈ കാറൊക്കെ വന്നതുകൊണ്ട്, കാറ് വന്നതുകൊണ്ടും ഒരു 12:30 തൊട്ട് കെലികലിപ്പുള്ളത് കൊണ്ടും നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പോലും നേരമില്ല. നമ്മൾ പോവാ. വേദപുസ്തകം നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യത്തെ 4 വാക്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ ഇൻട്രഡക്ഷനാണ്, മുഖവരയാണ്. അതിലെ പ്രധാന വിഷയം ദൈവത്തിലേക്കുള്ള കൂട്ടായ്മ. ഞാൻ അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫെലോഷിപ്പിംഗ് വിത്ത് ദ ഫാദർ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഈ ക്രിസ്തീയ ജീവിതത്തിന് എന്താണ് തടസ്സം? 5 മുതൽ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വരെയാണ് ആ ദൂത്. അതാണ് തുടർന്നുള്ള സമയം വേഗത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. 5-ാം വാക്യം, ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടും നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ശ്രദ്ധിക്കണം, അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്നു. അവൻ ആരാ? ജീസസ്. നിത്യജീവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി, ഞങ്ങൾ കേട്ടു. അവനോട് ഞങ്ങൾ കേട്ട ഒരു ദൂതുണ്ട്. എന്താ ദൂത്? God is light. ദൈവം വെളിച്ചമാകുന്നു. ആമേൻ. അതെവിടെയാണ് യേശുവിന്റെ പ്രസംഗം? ദൈവം ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരു പക്ഷെങ്കിൽ ആ വാക്കുകൾ നിങ്ങൾ കാണത്തില്ല. വേദശാസ്ത്രികളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്. ദൈവം പറഞ്ഞ ദൂതുകൾ കർത്താവിന് കൈമാറിയത്, കർത്താവ് അവരെ പഠിപ്പിച്ചത്, കർത്താവ് ധാരാളം ദൂതുകൾ പഠിപ്പിച്ചു. ഇൻക്ലൂഡിംഗ് യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, മത്തായി 5:13 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ജോൺ പറയുക, ജീസസ് ഞങ്ങളോടൊരു ദൂത് പറഞ്ഞു, ദൈവം വെളിച്ചമാണ്. God is light. അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാകുന്നു. What does it mean? അതിന്റെ അർത്ഥം എന്താ? പെട്ടെന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി വരും. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. ശരിയാണ്. പെട്ടെന്ന് മറുരൂപമലയിൽ ദൈവത്തിന്റെ പുത്രനായ യേശു അല്പം സമയത്തേക്ക് താനൊന്ന് തന്റെ ആ മുഴുവൻ മഹത്വം ഒന്ന് വെളിപ്പെടുത്തുന്ന ആ രംഗം നമുക്ക് ഓർക്കുന്നുണ്ടാകും. മത്തായി 17 3 ശിഷ്യന്മാരെയും കൊണ്ട് ആണ് ആ മലയിൽ കർത്താവ് പോയി പ്രാർത്ഥിക്കുന്നത്. ആ പ്രഭയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ നിലത്ത് വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു വെളിച്ചത്തെ കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഏതാണ് വെളിച്ചം? ഇരുട്ട വെളിച്ചം എന്നുള്ള പദപ്രയോഗം യോഹന്നാൻ സുവിശേഷത്തിലും ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. വെളിച്ചം, ഇരുട്ട വെളിച്ചം, ഈ പ്രയോഗങ്ങൾ അത് ഒരു പ്രത്യേക സന്ദേശം അറിയിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതിന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 3-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ ദയവായി വായിച്ച് സഹായിക്കണം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട്, വെളിച്ചം ലോകത്തിൽ വന്നു. ജീസസ് ലോകത്തിൽ വന്നു. ജീസസിനെയാണോ ഉദ്ദേശിച്ചത്? അതെ.
യോഹന്നാൻ 1:4-9 ഈ വാക്യങ്ങളിൽ സത്യവെളിച്ചമെന്നാണ് യേശുവിനെ കുറിച്ച് എഴുതുന്നത്. ലോകത്തിലേക്ക് ഈ വെളിച്ചം വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. കണ്ടോ, വെളിച്ചവും ഇരുളും. യേശുവാണ് വെളിച്ചം, ഇരുട്ട പാപം. അടുത്ത വാക്യം, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലെങ്കിലേക്ക് വരുന്നതുമില്ല. പിന്നെ ആ വെളിച്ചത്തിന്റെ ആ വാക്കുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 യോഹന്നാൻ 1:5 ദൈവം വെളിച്ചമാണ് എന്നത് ആ കോണ്ടെക്സ്റ്റിൽ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ മോറൽ പ്യൂരിറ്റി, ദൈവത്തിന്റെ വിശുദ്ധിയെ കാണിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ദൈവം വെളിച്ചം. എന്നിട്ട് പറയാം, അവനിൽ ഇരുട്ടൊട്ടുമില്ല, തിന്മ, പാപം ഇതൊന്നും ജീവനുള്ള വിശുദ്ധനായ ദൈവത്തിൽ ഇല്ല. ദൈവത്തിന്റെ സ്വഭാവമാണ്. എന്നിട്ട് ഈ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം 6-ാം വാക്യത്തിൽ അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആദ്യത്തെ 4 വാക്കിൽ കൂട്ടായ്മ, ദൈവവുമായി കൂട്ടായ്മ. ഞാൻ അവിടെയാണ് നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. സഭയിൽ ഉള്ളവരുമായി കൂട്ടായ്മയുണ്ട്, ഇത് ദൈവമായിട്ടുള്ള കൂട്ടായ്മ. 5-ാം വാക്യം മുതൽ ദൈവത്തിന്റെ സ്വഭാവം എന്താ? ദൈവം വിശുദ്ധനാണ്. അപ്പൊ ഒരുത്തൻ പറയുന്നു, എനിക്ക് കൂട്ടായ്മയുണ്ട് ദൈവവുമായി, പക്ഷെ ഞാൻ നടക്കുന്നത് ഇരുട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പാപത്തിൽ തുടർമാനമായി ജീവിക്കുന്നയാളാണ്. ദൈവവുമായി കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞ് പാപത്തിൽ നടക്കുകയാണെങ്കിൽ ജോൺ പറയുക, നീ ആള് കള്ളനാണ്. ബൈബിളിൽ ന്യൂട്രൽ ഒന്നുമില്ല മക്കളെ, ഇത് മനസ്സിലാക്കണം. അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. തുടർമാനമായി ഒരേ പാപത്തിൽ നിൽക്കുന്ന അനുഭവം. എത്ര ശക്തിയുള്ള വാക്കുകളാണ്. സുവിശേഷം കേട്ടത് കൂട്ടായ്മ ഉണ്ടാകുവാൻ. കൂട്ടായ്മയിലാണ് ഞാൻ, എനിക്ക് ദൈവവുമായി ബന്ധമുണ്ട്, ഞാൻ ദൈവവൈതലാണ്, ഞാൻ പെന്തിക്കോസ്തിലാണ്. പാപത്തിലാണോ സഹോദരി പുസ്തകം വിളിക്കുന്നത്? കള്ളിയാണ്. വാക്കുകൾ കൊണ്ട് പറയുന്നത് നടപ്പിൽ വെളിപ്പെടണം. എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചലഞ്ച്? ഹിപ്പോക്രസി, കാപട്യം. ഭയങ്കര കയ്യടി, അന്യഭാഷയിൽ നൃത്തം ചെയ്യും, ദശാംശം കൂടുതൽ കൊടുക്കും. പാപത്തിലാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് യു ആർ എ ലയർ. ഹിപ്പോക്രസി. 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദീർഘവാക്യങ്ങളായതുകൊണ്ട് വായിക്കേണ്ട. 1-ാം വാക്യം, അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് നിങ്ങൾ അറിയണം. അതിന്റെ ഒരു ലളിത ട്രാൻസ്ലേഷൻ, ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ള സമയം വരും അന്ത്യകാലഘട്ടത്തിൽ. എന്നിട്ട് കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ആത്മീയത നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചാണ്. ദൈവസഭയിൽ മൂല്യങ്ങളെല്ലാം പോയി, മനുഷ്യൻ സ്വസ്നേഹികളാകും, ദ്രവ്യാഗരാകും, വമ്പ് പറയുന്നവരാകും എന്നിത്യാദി കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. എന്താ വേഷം കെട്ട്? ഞാൻ ഇന്നടത്തെ മെമ്പറാ എന്ന് പറഞ്ഞാൽ കർത്തൃമേശയുണ്ട്, ഞങ്ങൾ എടുക്കുന്നവരാ, ദശാംശം കൊടുക്കുന്നവരാ. സഹോദര, പേര് ചിലപ്പോ പ്രസ്ഥാനത്തിന്റെ ബുക്കിൽ കാണും, മേളിൽ ഇത് വെട്ടിട്ടുണ്ടോ എന്നുള്ളത് ശരിക്ക് ചിന്തിച്ചോണം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, പുസ്തകത്തിൽ നിന്ന് ദൂത് മനസ്സിലാക്ക്. ഇന്നത്തെ പെന്തിക്കോസ്തിനെ അല്ല നീ അനുഗമിക്കേണ്ടത്. ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുന്നത് കാപട്യമാണെങ്കിൽ നീ കള്ളിയാണ്, അല്ലെങ്കിൽ കള്ളനാണ്.
Praise the Lord. Hallelujah. വളരെ ശക്തിയായ കട്ടിയായ വാക്കുകളാണ് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ പറയുന്നത്. ആമേൻ. സുവിശേഷത്താൽ കൂട്ടായ്മയിൽ വന്നു. കൂട്ടായ്മ സജീവമായി നിൽക്കണം. ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ റിഫ്ലക്ഷനാണ് എനിക്ക് സഹോദരന്മാരുമായിട്ടുള്ള കൂട്ടായ്മ. കൂട്ടായ്മയ്ക്ക് തടസ്സം വന്നിരിക്കുന്നത് പാപമാണ്. ചിലർ ചിന്തിക്കുന്നത് എന്നിട്ട് എൻ്റെ പാപം വന്ന പ്രവാചകൻ പോലും വെളിപ്പെടുത്തിയില്ലല്ലോ. ഇന്നത്തെ പല പ്രവാചകനും നീ ചെയ്യുന്ന പാപം ഒരുപക്ഷെങ്കിൽ വെളിപ്പെട്ട് കാണത്തില്ല. ഇന്ന് രാത്രി ആത്മാവിന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കേ. രഹസ്യ പാപം താലോലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമേ, ദൈവവുമായിട്ടുള്ള സജീവ കൂട്ടായ്മ എന്നേ വിച്ഛേദിക്കപ്പെട്ടു. നീ കളവല്ലേ കാണിക്കുന്നത്? കയ്യാഞ്ഞുകൊട്ടി തമ്പേറിന്റെ താളത്തിനൊത്ത് നീ തുള്ളുമ്പോൾ നീ കാണിക്കുന്നത് വ്യാജമല്ലേ? ഹല്ലേലൂയ. അവിടെ അധികം നിൽക്കേണ്ടതാ, പക്ഷെ അധികം കാര്യങ്ങൾ കവർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മുടെ ഈ തീം ഇതിനകത്ത് വരുന്നു. ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ചലഞ്ചസ്. ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഹിപ്പോക്രസി. പരീശന്മാർക്ക് പറ്റിയ അബദ്ധമാണ് ഇന്ന് വേർപെട്ട സമൂഹത്തിൽ പലർക്കും പറ്റിയിരിക്കുന്നത്. വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും മനഃപ്പാഠമാണ്. വേണ്ടി വന്ന 2 പ്രസംഗം, ഒരു പറയുന്ന ഭാഷയാണ്, എൻ്റെ ഭാഷയല്ലേ, 2 പ്രസംഗം തട്ടാനുള്ള അറിവുണ്ട്. തട്ടുക. ഈ തട്ടുന്ന സ്റ്റേജ് വരുമ്പോഴേ ഓർത്തോണം കൂട്ടായ്മയിൽ നിന്ന് മുറിഞ്ഞെന്നുള്ളത്. പ്രവാചകന്റെ ഭാഷ വേറെയാ, ഞാൻ പൊളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹിപ്പോക്രസി അന്ത്യകാലഘട്ടത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇന്ന് രാത്രി ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദര കുഞ്ഞുങ്ങളെ, മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, ആ ഊഷ്മളമായ കൂട്ടായ്മയിലേക്ക് മടങ്ങി വാ. ഓർക്കുന്നില്ലേ, 10 വർഷം 20 വർഷങ്ങൾക്ക് മുമ്പ് നീ രക്ഷിക്കപ്പെട്ടപ്പോൾ നിന്റെ അകത്തുണ്ടായിരുന്ന ഒരു സന്തോഷം. അന്ന് നിനക്ക് കാറില്ലായിരുന്നു, അന്ന് നിനക്ക് വണ്ടിയില്ലായിരുന്നു, അന്ന് നിനക്ക് ശുശ്രൂഷയില്ലായിരുന്നു, അന്ന് നിനക്ക് ഒന്നുമില്ലായിരുന്നു. പക്ഷെ അകത്ത് ലോകത്തിൽ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു നിത്യ സന്തോഷം നിനക്കുണ്ടായിരുന്നു. നീ കാൽച്ചുവട് വെക്കുമ്പോൾ തുള്ളിച്ചാടിയല്ല നീ നടന്നത്. കാലം മുന്നോട്ട് പോയപ്പോൾ പാപമകത്ത് കയറി. അതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളിൽ പാപം കാണുമ്പോൾ ന്യായീകരിക്കരുത്. ഓ, അവന് മറ്റു കുഴപ്പമൊന്നുമില്ല. കൂട്ടായ്മയിലാണോ അല്ലേ കുഴപ്പമാ? ആള് കള്ളനാ. ഒരു ഉപദേശം നിന്നോട് ഇത് പറയത്തില്ല, കേട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ 10,000 പേരെ നേടുന്നതിന് ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മക്കളെ നേടണം. അതിനു മുമ്പ് നീ നിന്നെ തന്നെ നേടിക്കോണം. പ്രൈസ് ദി ലോർഡ്. സെക്യുലർ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും അവൻ്റെ അകത്ത് ദൈവിക സമാധാനവും സന്തോഷമുണ്ടെങ്കിൽ അവ വലുത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ധാർമ്മികമായി അധപ്പതിച്ച് കാപട്യം നടക്കുന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. എത്രയെത്ര ഡിവോഴ്സുകളാണ് നടക്കുന്നത്. എന്തു പറ്റി? എന്നിട്ട് വന്ന് കൈയടിക്ക് കൂട്ടായ്മയിലാണെന്ന് കാണിക്കുകയല്ലേ? എന്താ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തത്? മാതാവ് ഇന്ന് രാത്രി ഓർത്തോണം, മാത്തമാറ്റിക്സ് പഠിച്ചാൽ നമുക്ക് കുടുംബജീവിതം നടക്കത്തില്ല. ഫിസിക്സ് പഠിച്ചാൽ കുടുംബജീവിതം നടക്കത്തില്ല. BSc നേഴ്സും പിന്നെ MSc എടുത്താൽ കുടുംബജീവിതം പോലെ നടക്കത്തില്ല. കുടുംബജീവിതം നടക്കണമെങ്കിൽ ഒന്നാമത് ദൈവവുമായി കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ഊഷ്മള ബന്ധം. ഈ സഭയ്ക്കകത്ത് വരുമ്പോൾ അവിടെയും ഊഷ്മള ബന്ധം, എല്ലാവരും തമ്മിൽ ക്രിസ്തീയ ബന്ധം. സെക്യുലർ വിദ്യാഭ്യാസം എന്ന ഭ്രാന്ത് പിടിച്ചു പോയ ആളുകൾക്ക് എന്നെ തെറ്റിദ്ധരിക്കരുത്. സെക്യുലർ വിദ്യാഭ്യാസം ഇവിടെ ഉണ്ട്, ജോലി ചെയ്യാം, അത്രേ ഉള്ളൂ. അതല്ല ആത്യന്തികമായ ദൈവാനുഗ്രഹം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, സജീവ കൂട്ടായ്മ അകത്ത് സുവിശേഷത്താൽ കിട്ടിയത്, അതിനെ വെല്ലുന്ന അനുഗ്രഹം വല്ലോ ഇവിടെ ഉണ്ടോ?
ജീവനുള്ള ദൈവത്തെ പപ്പ എന്ന് വിളിക്കാൻ, ഡാഡി എന്ന് വിളിക്കാൻ, അപ്പാ എന്ന് വിളിക്കുവാൻ എനിക്ക്, പാപിയായി കിടന്ന എനിക്ക് ക്രിസ്തുവേശു നിമിത്തം കിട്ടിയ പദവിയേക്കാൾ വലിയതെന്തോ ഉണ്ട്? Praise the Lord. ആറാം വാക്യം, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. വചനത്തിലല്ല നടക്കുന്നത്, പിന്നെ ഇരുട്ടിലാണ് നടക്കുന്നത്, കളവിലാണ് നടക്കുന്നത്. ഇനിയത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കണം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രണ്ടാം ഭാഗം ഞാൻ അല്പം കൂടെ കഴിഞ്ഞു പറയാം. ആദ്യത്തെ ഭാഗം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയ്ക്ക് വിച്ഛേദിക്കപ്പെടുന്നതിന്റെ കാരണം പാപമാണ്. വെളിച്ചത്തിൽ നടക്കുക. പഴയ നിയമം തൊട്ട് ഇതാണ് ദൂത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും. യോഹന്നാൻ പറഞ്ഞതാണ്, അവിടുന്ന് വിശുദ്ധനായ ദൈവം. ആ ഊഷ്മള കൂട്ടായ്മ നടക്കണമെങ്കിൽ അവിടുത്തെ വചനമനുസരിച്ച് ജീവിത വിശുദ്ധിയിൽ അനുദിനം രൂപാന്തരപ്പെട്ടുകൊണ്ട് നടക്കണം. 8ാം വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അവിടെ നിർത്തണം. ആ കാലഘട്ടത്തിലെ ദുരുപദേശകരുടെ ഒരു ഐഡിയയാണ് സഭയെ രക്ഷിക്കാൻ സഭയെ ലേഖകൻ അറിയിക്കുന്നത്. കേട്ടിട്ടില്ലേ ചിലർ പറയുന്നത്, ഞങ്ങൾ വേറൊരു മണ്ഡലത്തിലാണ്. അതേത് മണ്ഡലം? ഞങ്ങൾക്ക് ഇങ്ങനെ പാപം ചെയ്യാൻ ഒക്കുന്നത്, ഞങ്ങൾ ചെയ്യുന്ന മുഴുവനും വെളിച്ചമാണ്. തെറ്റിദ്ധാരണ മാറുവാൻ വേണ്ടി ജോൺ എഴുതുകയാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ദൈവം വെളിച്ചമാണ്. വെളിച്ചത്തിൽ നടക്കുന്നവന് മാത്രമേ കൂട്ടായ്മയിൽ നടക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ആശയം നമുക്കും ഉണ്ടാകും. അപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആകണം. അതിന് കുറച്ചു പേരുണ്ടാക്കിയതാണ്, ഞങ്ങൾ പെർഫെക്റ്റ് ആണ്, ഞങ്ങൾക്ക് പാപമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇന്നലെ ചെയ്തതും അന്ന് പറഞ്ഞ നുണയും അതൊന്നും പാപമല്ല. അങ്ങനെയാണ്. നമുക്ക് പാപമില്ല എന്ന് നാം, ആ വാക്യം ഒന്നുകൂടെ പാസ്റ്റർ ഒന്ന് വായിക്കണം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പം മറ്റൊരു മണ്ഡലത്തിലാണ് ആത്മീകമായി എന്ന് ധരിക്കുന്ന കുറെ ദുരുപദേശകരുണ്ടായിരുന്നു. ആ മണ്ഡലത്തിൽ പാപമില്ല, പിന്നെ ചെയ്യുന്നോ അതെല്ലാം വിശുദ്ധമാണ്. ഈ നമ്മുടെ കേരളത്തിലും കുറെ പുള്ളികൾ ഇറങ്ങി ഇങ്ങനെ പറഞ്ഞു. ഞാൻ നേരിട്ട് കുറെ പുള്ളികളെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന്റെ മറ്റേ ധ്വനി എന്താ? പോസിറ്റീവ് ദുരുപദേശകർക്കെതിരെ നിൽക്കുന്നു. അതിന്റെ മറ്റേ ധ്വനി എന്താ? നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളിൽ ഇല്ലാതെയായി. വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ നാമും വെളിച്ചത്തിൽ നടക്കണം. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. പാപത്തിൽ നിരന്തരമായി നടക്കുന്നയാളിന് അവൻ ഇരുട്ടിലാണ്. അവന് ദൈവമായി കൂട്ടായ്മയില്ല. കൂട്ടായ്മ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അവൻ ഭോഷ്ക് പറയുക. 8ാം വാക്യത്തിലേക്ക് പറയുകയാണ്, പെർഫെക്റ്റ് ആണ്, പാപമില്ലെന്നൊരുത്തം പറഞ്ഞാൽ നീ തെറ്റാ പറയുന്നത്, നീ വ്യാജമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് പാപം ഉണ്ടെന്നല്ലേ അർത്ഥം? ഇവിടെ ക്രിസ്തീയ ബാലൻസ് നമ്മൾ മനസ്സിലാക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. ആവർത്തിച്ച് പറയാം. പാപത്തിൽ, ഒരേ പാപത്തിൽ നിരന്തരമായി തുടർന്നാൽ, 3ാം അധ്യായത്തിലേക്ക് വരാം. 8ാം വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവരല്ലോ.
പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുന്നേമില്ല. ഇതെങ്ങനെയാ ടാലി ചെയ്യുന്നത്? പാപത്തിൽ തുടരുന്നയാൾ he is from the devil. അപ്പോഴെന്താ 8-ാം വാക്യത്തിലെ സൂചന? ഒറ്റപ്പെട്ടു വന്ന വിഷയമാണ്. ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന സദസ്സിനോട് ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടിട്ട് ഒറ്റ പാപവും വരാത്ത ആരെങ്കിലും ഉണ്ടോ? വേദപുസ്തകത്തിന്റെ ബാലൻസ് ആണ്. അതിന്റെ അർത്ഥം എന്താ? പാപത്തിൽ തുടരുകയാണെങ്കിൽ നിനക്ക് ഊഷ്മള ബന്ധമില്ല. വെളിച്ചത്തിൽ നീ നടക്കുമ്പോൾ അനുദിനം നീ ശുദ്ധീകരിക്കപ്പെടുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നേക്ക് 10 വർഷം മുമ്പ് പാപത്തിന്റെ ലിസ്റ്റ് നിങ്ങൾ എഴുതിയതായിരുന്നെങ്കിൽ എന്തൊക്കെ ലിസ്റ്റിൽ എഴുതിയനെയും ഇന്ന് ലിസ്റ്റ് എഴുതുകയാണെങ്കിൽ അന്ന് സാരമില്ലെന്ന് പറഞ്ഞത് ഇന്ന് കൊടും പാപമായിട്ട് നിങ്ങൾ എഴുതും. വെളിച്ചത്തിൽ നടക്കുന്തോറും നമുക്ക് ബോധ്യമാകും പെർഫെക്റ്റ് അല്ല. ആരെങ്കിലും ഇന്ന് രാത്രി പെർഫെക്റ്റ് ആണെന്ന് കൈവക്കിയാൽ നിങ്ങൾ യേശുവിന്റെ സ്റ്റാൻഡേർഡായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ കൺഫ്യൂഷൻ, ദുരുപദേശം വല്ലതും ആണോ? പുസ്തകം നോക്കിയാൽ മതി, എന്നെ നോക്കരുത്, പുസ്തകം നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ പറയുന്നത് അവർ പെർഫെക്റ്റ് ആയി. ജോൺ പറയുന്നത് നോ, യു ആർ ഡിസീവിംഗ് യുവർ സെൽഫ്. അത് വഞ്ചനയാണ്. നുണ പറയുന്ന അമ്മാമേ പെർഫെക്റ്റ് ആയോ? കൈക്കൂലി കൊടുക്കുന്ന അച്ഛ പെർഫെക്റ്റ് ആയോ? പാരവെക്കുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ഇലക്ഷന് പോയി നമ്മൾ കാണിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞേ. നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. സാങ്ക്ടിഫിക്കേഷൻ ഒരു പ്രോസസ്സാണ്. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ തേജസ്കരിക്കപ്പെടുന്നവരെ ഒരു പ്രോസസ്സാണ്. ആമേൻ. അതിൽ കൂടുതൽ എനിക്ക് ഇന്ന് നിൽക്കാൻ സാധിക്കത്തില്ല. മെസ്സേജ് എനിക്ക് നിർത്തേണ്ടത് ആവശ്യമാണ്. മുന്നോട്ട് പോകാം. 9-ാം വാക്യവും ഞാൻ പിന്നീട് പറയാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ. ഏറ്റുപറയണമെന്ന് സഭയ്ക്കോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം പാപമില്ലാത്ത സ്റ്റേജ് വന്നിട്ടില്ലെന്നല്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി 10-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കുക. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എങ്കിൽ അവനെ അസത്യവാദി ആക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. 8-ാം വാക്യത്തിൽ നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ മണ്ഡലത്തിലായി. ആ മണ്ഡലത്തിൽ പാപമില്ല. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം എന്താ ശരിയാ, സ്വയം വഞ്ചനയാണ്. വേറെ കുറച്ചു പേര് പറയുന്ന 10-ാമത്തെ വാക്യത്തിൽ നാം പാപം ചെയ്തിട്ടേ ഇല്ല. എന്താ ഈ പാപം? ചെയ്തിട്ടേ ഇല്ല. ദൈവത്തെ അസത്യവാനാക്കുന്നെന്ന് പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ എന്ന് പറയുന്നത് എന്താ? ഭൂമിയിലുള്ള സകല മനുഷ്യനും പാപം ചെയ്ത ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. ഞാൻ പറയാൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ കുറിച്ച് പറയാണ് ദൈവമാണ് കള്ളം പറഞ്ഞതെന്ന്. മനസ്സിലാകുന്നുണ്ടോ എന്റെ കുഞ്ഞുങ്ങളെ? 3 വഞ്ചനയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 6-ാം വാക്യത്തിൽ കാപട്യം കാണിച്ച് നടക്കുക കള്ളനാണ്. 2-ാമത് ഏതോ പ്രത്യേക മേഖലയിലായി. സ്തോത്രം. ഞങ്ങളൊക്കെ ഒരു പാവം ഇല്ലാതാ ബ്രദറെ സിസ്റ്ററെ എന്നൊക്കെ പറയുന്നത് വളരെ സൂക്ഷിക്കേണ്ട വ്യക്തിയാണ്. 3 പാപം ചെയ്തിട്ടേ ഇല്ല, വഞ്ചനയാണ്. ആമേൻ. ഇനി ഇത്രയും എന്നിൽ നിന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് സ്തോത്രം, അപ്പൊ പാപം ചെയ്യാമല്ലേ? 2-ാം അധ്യായം 1-ാം വാക്യം, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. മതിയല്ലോ. അത്ര ബാലൻസ്ഡ് ആണ് ക്രിസ്ത്യാനിറ്റി. ഇതെല്ലാം എഴുതുന്നത് ആർക്കെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടാക്കാനല്ല.
ആത്മാവ് പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതല്ല. പാപം ചെയ്താൽ കൃപയുടെ മെത്തയിലേക്ക് വീഴുക എന്നുള്ളത് തെറ്റാണ്. അതിന്റെ കൂടെ പറയുന്നതാണ് വലിയ വഞ്ചന. എന്ത്? ഏറ്റുപറച്ചിലും വേണ്ട. ഇന്നത്തെ പാപം, ഇന്നലത്തെ പാപം, നാളത്തേതും ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു. നീ ഏറ്റുപറയും വേണ്ട. ഇപ്പം മണ്ഡലമായി. തെറ്റാണ്, വഞ്ചനയാണ്. ആമേൻ. ഇനി കാതലായ ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടേ സഹോദരിമാരെ, സഹോദരന്മാരെ? ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കര ഉയർത്തുന്ന സ്തോത്രം ചെയ്തേ. സ്തോത്രം. നിങ്ങൾ കൈപൊക്കി സ്തോത്രം പറഞ്ഞില്ലെങ്കിലും കർത്താവ് ഏൽപ്പിച്ച ഞാൻ പറയാം. അതിനല്ല നിങ്ങൾ സ്തോത്രം പറഞ്ഞത്, ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇത് ആളുകളെല്ലാം പേടിച്ചിരിക്കുക, വരണ്ടിരിക്കുക, ഇവൻ എന്തോ ആണ് ഈ പറയാൻ പോകുന്നത്, ഭയന്നിരിക്കുകയാണ്. ഇവിടെ വചന പരിജ്ഞാനമുള്ള ദൈവദാസന്മാരാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും വേദശാസ്ത്രപരമായി തെറ്റിയെങ്കിൽ അവർ തിരുത്തിക്കോളും, ഭാരപ്പെടണ്ട. ഞാൻ പുസ്തകം പറയുന്നത്. അതെങ്ങനെയാ? പുസ്തകം കൊണ്ടുവരത്തില്ലല്ലോ. കൊണ്ടുവന്നാലും സിബ്ബ അത് ഒത്തിരി നാളായല്ലോ ഇത് ഒന്ന് തുറന്നിട്ട്, അതുകൊണ്ട് ഉടക്കിയിരിക്കുക. അന്ന് ആദ്യം ഒന്ന് ശ്രമിച്ചതാ, പക്ഷേ എന്ത് ചെയ്തു? ഉടക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ യോഗത്തിന് പോയപ്പോൾ ഒരു വരി മുഴുവൻ ഇരുന്ന് മൊബൈൽ കളിക്കുക. ചാർജർ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിട്ട് പെന്തിക്കോസിലെ പിള്ളേരുടെ കാര്യമായി പറയുന്നത്, അല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതെല്ലാം കൈവിടപ്പെട്ടു പോയി. ദൈവദാസന്മാരെ, കാര്യത്തിലേക്ക് വാ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിലെ വളരെ കാതലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 2-ാം അധ്യായത്തിന് 1-ാം വാക്ക്, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളി വ്യാഖ്യാനിക്കേണ്ടതാണ്. അതിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നിട്ട് ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, അതാണ് ബാലൻസ്. ചെയ്യരുത്, ചെയ്താലോ? നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഓ ഹല്ലേലൂയ. ആ വാക്ക് ഒന്നുകൂടെ വായിച്ചേ. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അടുത്തൂടെ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മതി 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 മതി. പ്രൈസ് ദി ലോർഡ്. 3 വഞ്ചനകൾ ക്രിസ്തീയ ജീവിതത്തിൽ അപകടമാണ്. ഒന്ന്, തുടർമാനം പാപത്തിൽ നടക്കുക. അവന് ദൈവവുമായി ബന്ധമില്ല. ദൈവവുമായി ബന്ധത്തിൽ നടക്കുമ്പോൾ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരാം. അന്നേരം ന്യായീകരിച്ച്, ഇല്ല ഞാൻ പാപമില്ലാത്ത മേഖലയിലാണെന്ന് പറയരുത്. വഞ്ചനയാണ്. ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല, ദൈവത്തെ അസത്യവാനാക്കുകയാണ്. 2-ാം അധ്യായം പാപം ചെയ്യാതിരിക്കാനാ ഇതെല്ലാം പറയുന്നത്. ചെയ്താലോ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത്. കർത്തൃമേശയ്ക്ക് മുമ്പ് കർത്താവേ എന്തായാലും ക്ഷമിച്ചേക്കണം കേട്ടോ. കർത്തൃമേശ നാളെ അറിയാം ഇവൻ വെള്ളം അടിക്കുമെന്നുള്ളത്, നാളെ അറിയാൻ ഇവൻ പാര വെക്കുമെന്നുള്ളത്. ഇപ്പം വെള്ളം അടിക്കുന്നതൊക്കെ പറയുമ്പോൾ പെന്തിക്കോസുകാർ വെള്ളം അടിക്കുമോ? പെന്തിക്കോസ് അനുഭവമുള്ളവരടിക്കത്തില്ല. ഇതിനകത്ത് കൂടി ചേർന്ന ഒത്തിരി എണ്ണത്തിന് ഈ കൂട്ടായ്മയല്ലാത്തവരുണ്ട്. സ്മോൾ അടിക്കുന്ന പുള്ളികളുണ്ട്, ബീഡി വലിക്കുന്ന പുള്ളികളുണ്ട്, പിന്നെ അങ്ങനെ നടക്കുന്ന ഒത്തിരി ഉണ്ട്. സഭയെന്ന് പുറത്താക്കേണ്ട ടീമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവം ന്യായീകരിക്കാൻ ഒക്കത്തില്ല. കള്ളനാണവൻ. അതിന്റെ അർത്ഥം നാം പെർഫെക്ഷനിൽ എത്തിയിട്ടില്ല. ദൈവത്തെ അസത്യവാനാക്കുവാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെന്നും പറയരുത്. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് പാപം ചെയ്യാതിരിക്കാനാ. ദൈവവചനം പാപത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നാൾക്ക് നാൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപമായിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു ബാലൻസ്. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റപ്പെട്ട സംഭവമാണ്, നിലനിൽക്കുന്നതല്ല. പ്രത്യേകം ഞാനത് എടുത്തു പറയുന്നത്, നാളെ മിസ്കോട്ട് ചെയ്ത് ദുരുപദേശം പറഞ്ഞെന്നാരും പറയരുത്. ഞാനതിന് ആ 3-ാം അധ്യായത്തിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, പാപത്തിൽ തുടരുകയാണെങ്കിൽ നീ ആള് പിശാചിന്റെ വകയാണ്. പക്ഷെ ഒറ്റപ്പെട്ട വിഷയം വന്നാൽ പരിഹാരം എന്താ?
വിഷയം വിടരുത്. കൂട്ടായ്മയാണ് വിഷയം. ആമേൻ. പരിഹാരം അവിടെ എഴുതിയിരിക്കുന്നു. നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. യേശുവിന്റെ ഒരു ശുശ്രൂഷ. നീതിമാനായ യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ. ഒരു വാക്ക്, കാര്യസ്ഥൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവിന്റെ ക്രൂശ് മരണത്തിന് തൊട്ടു മുൻപ് നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തരാം എന്ന് പറഞ്ഞ ഇടത്ത് മറ്റൊരു കാര്യസ്ഥൻ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഇവിടെ അഡ്വക്കേറ്റ് എന്ന നിലയിലാണ്. പാരക്ലീറ്റോസ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം വൺ കോൾഡ് അലോങ് സൈഡ് ടു ഹെൽപ്പ്. എന്നെ സഹായിക്കുവാൻ വരുന്നവൻ. എന്തിന്? കാര്യസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നെ സഹായിക്കാൻ. എന്തിന് സഹായിക്കാൻ? ആശ്വസിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, എന്നെ ബലപ്പെടുത്തുവാൻ, എനിക്ക് വേണ്ടി വാദിക്കുവാൻ. ഇങ്ങനെ അർത്ഥസമ്പൂർണത ഉള്ള ഒരു വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് വേണ്ടി വാദിക്കുവാൻ, വക്കീലായി എനിക്ക് സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ നീതിമാനായ ക്രിസ്തു ഉണ്ടെന്ന്. കേട്ടോ? ഒരു വക്കീലുണ്ടെന്ന്. ആർക്ക്? ചുമ്മാ ഇങ്ങനെ പാപം ചെയ്ത് നടക്കുന്നതല്ല, വെളിച്ചത്തിൽ നടക്കുന്നവന് ഒരെണ്ണം വന്നാൽ മനഃപൂർവമായി നാളെ പാപം ചെയ്യുമെന്ന് പറഞ്ഞ് പോകുന്നവനല്ലേ. ഇത് ഗൗരവമുള്ള ആളുകളോട് പറയേണ്ടതാണ്. എനിക്ക് നിയോഗമുള്ളതുകൊണ്ട് ഞാനിന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ജീവിതയാത്രയിൽ നല്ല ഒരു ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാകും. അന്ത്യത്താഴത്തിലിരിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങിയപ്പോൾ പത്രോസിന്റെ അടുക്കൽ ചെന്നു. പത്രോസ് പറഞ്ഞു, ഗുരു സമ്മതിക്കത്തില്ല, നീ എൻ്റെ കാല് കഴുകാനോ എന്നോ, എന്നാ നിനക്ക് എൻ്റെ കൂടെ കൂട്ടായ്മയില്ല, എൻ്റെ കൂടെ നിനക്കൊരു ഓഹരിയുമില്ല. എന്നാ പിന്നെ താലേ ഞാൻ കുളിപ്പിച്ചേക്കാൻ പറഞ്ഞു. ഉടനെ യേശു ഒരു വാക്ക് പറഞ്ഞു, കുളിച്ചവന്, ശുദ്ധീകരിക്കപ്പെട്ടവന് അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ കാല് കഴുകണം. ഇതാണ് വിഷയം. ഈ മരുഭൂമി യാത്രയിൽ നടക്കുമ്പോൾ അറിയാതെ ഒരു ചിന്ത പാഞ്ഞാൽ അതിന് വിടുതലുണ്ട്. എവിടെയാ വിടുതൽ? എനിക്ക് വേണ്ടി നീതിമാനായ എന്റെ കർത്താവ് പിതാവിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. മോളെ, വാദിക്കുന്ന വക്കീലിന്റെ ക്വാളിഫിക്കേഷൻ നീ കേട്ടേച്ച് ഇന്ന് രാത്രി പോണം. ആ 2-ാം വാക്യത്തിൽ എഴുതിക്കുക, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേത് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. പ്രായശ്ചിത്തമെന്ന വാക്ക് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. പ്രൊപ്പീഷിയേഷൻ. ഇൻക്രെഡിബിൾ വേർഡ്. എന്താ ഇതിന്റെ അർത്ഥം? ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. യേശു വക്കീലാണ് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി. ഈ വക്കീലിന്റെ, വക്കീൽ എന്ന് പറഞ്ഞാൽ ഒറ്റ കേസ് തോറ്റിട്ടില്ല. ഈ വക്കീലിന്റെ ക്വാളിഫിക്കേഷൻ അവിടുന്ന് പ്രായശ്ചിത്തമായി എനിക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം പറയാം. പ്രൊപ്പീഷിയേഷൻ. ആ വാക്കിന്റെ ന്യായമായ ഒരു അർത്ഥം, കോപിച്ചിരിക്കുന്ന ആളിന്റെ കോപത്തെ ശമിപ്പിക്കാൻ കൊടുക്കുന്ന കാര്യം. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ കോപത്തോടുള്ള ബന്ധത്തിലാണ്. എന്താ ദൈവത്തിന്റെ കോപം? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തിട്ടുണ്ടോ? യു ഹാവ് ടു ഡൈ. ഒരു ന്യായവുമില്ല. കേക്ക് കുഞ്ഞെ, അസലായി നീ നരകത്തിൽ പോകേണ്ടവാ. സാറേ, ചെയ്തു പോയ പാപം നോക്കിയാൽ ഒരു നിലയിൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഒരു നിലയിൽ നീയുമായിട്ടൊരു കൂട്ടായ്മ ദൈവത്തിന് പറ്റത്തില്ല. അവിടെയാണ് 2016 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ഒരു സംഭവം നടന്നു. മോളെ, എന്താണെന്ന് നിനക്കറിയാമോ? മത്തായി 27:46 യേശു 6 മണിക്കൂർ ക്രൂശിൽ കിടന്ന് 7 മൊഴികൾ പറഞ്ഞു. അതിൽ 4-ാമത്തെ മൊഴി,
എല്ലോയി എല്ലോയി ലമ്മാ സവക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ദൈവം യേശുവിനെ കൈവിട്ടുവോ? മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഭക്തൻ അവരൊറ്റ വാക്യം വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഇതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുവാൻ. ഉപവാസം കഴിഞ്ഞ ഭക്തൻ പറഞ്ഞത്, God forsake God, who can understand? ഇതാർക്ക് മനസ്സിലാക്കാൻ കഴിയും? സംഭവം ഞാൻ വേഗത്തിൽ പറയാം. മത്തായി 27:45 പറയുന്നത്, നട്ടുച്ചയ്ക്ക് 12 മണിക്ക് ദേശത്തെല്ലാം കൂരിരുട്ട്, 12 മണിക്ക് സൂര്യൻ മുഴുവലത്തോടെ ശോഭിക്കുന്ന സമയത്ത് ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ പാലസ്റ്റൈൻ മുഴുവനും ഡാർക്ക്നെസ്. യേശു 3 മണിക്കൂർ ആ ഡാർക്ക്നെസ് അനുഭവിച്ച് അതിന്റെ അവസാനം പറയാ, നീ എന്നെ കൈവിട്ടു. അടുത്ത് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. നരകത്തിൽ എന്താ മോളെ? അവിടെ ദാഹമുണ്ട്, അവിടെ ദൈവ സാന്നിധ്യമില്ല, അവിടെ കൂരിരുട്ടുണ്ട്, ഇല്ലേ? നരകതുല്യമായ വ്യഥ പുത്രനായ യേശു എനിക്ക് വേണ്ടി പകരക്കാരനായി അനുഭവിച്ചു. പാപമില്ലാത്തവനെ ഞാൻ ക്രിസ്തുവിൽ നീതിയാകേണ്ടതിന് എന്റെയും നിങ്ങളുടെയും പാപത്തെ യേശുവിന്റെ മേൽ ചുമത്തിയപ്പോൾ ദൈവത്തിന്റെ പിതാവിന്റെ കോപം അവന്റെ മേൽ ചൊരിഞ്ഞു. അവൻ എനിക്ക് പ്രായശ്ചിത്തമാണ്. എന്റെ വക്കീലിന്റെ ക്വാളിറ്റിയാ. ഒരഴുക്ക് ചിന്ത, ഒരു വേണ്ടാത്തത് അറിയാതെ വന്നു. വിശുദ്ധനായ ദൈവവുമായിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? അന്നേരമാണ് 9ാമത്തെ വാക്യം. ഞാനത് ഏറ്റുപറഞ്ഞു. കാരണം ആത്മാവ് എന്നെ ബോധ്യമാക്കി. ഞാനത് ഏറ്റുപറഞ്ഞു. 7ാം വാക്യത്തിന്റെ 2ാം ഭാഗം, യേശുവിന്റെ രക്തം എന്നെ കഴുകി. എന്റെ വക്കീൽ പറയുന്നു, ഞാൻ ഈ കോപം ഏറ്റെടുത്തതാണ്. കണ്ടോ വിടുതൽ, കണ്ടോ വിടുതൽ. ക്രിസ്തീയ ജീവിതം മനസ്സിലാക്ക്. ക്രിസ്തീയ ജീവിതത്തിന്റെ വെല്ലുവിളി പാപമാണ്. പാപത്തിൽ പിന്മാറ്റത്തിൽ തുടരരുത്. റൈൻഹാർഡ് ബോൺകെ എന്ന് പറയുന്ന കർത്തൃദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം പറയും, ഇഫ് യു ഹാവ് ബാക്ക്സ്ലിഡൻ, സ്ലൈഡ് ബാക്ക്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എനിക്കൊരു വക്കീലുണ്ട്. ഹി ഈസ് മൈ പ്രൊപ്പിഷിയേഷൻ. വളരെ നടന്നൊരു സംഭവം പറയാം, കേൾക്കണം കുഞ്ഞുങ്ങളെ, എന്നെങ്കിലേ നിങ്ങൾക്ക് ഈ വാക്ക് മനസ്സിലാകുകയുള്ളൂ. എന്നിട്ട് ഞാൻ നിർത്താം. അമേരിക്കയിൽ നടന്ന സംഭവമാണെന്ന് കരുതപ്പെടുന്നു. 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ കാറിൽ സ്പീഡ് ലിമിറ്റുകൾ വകവയ്ക്കാതെ അവൾ ഒരു കൗണ്ടിയിലൂടെ പായുകയാണ്. പോലീസുകാരൻ പിടിച്ചപ്പോൾ കൊച്ചിനോട് പറഞ്ഞു, എത്രയാണ് ഇതിന്റെ ഫൈൻ? കൊച്ചിന്റെ കയ്യിൽ ഫൈൻ അടയ്ക്കാനുള്ള ഡോളർ ഇല്ല. അയാൾ പറഞ്ഞു, യു ഹാവ് ടു ഗോ ടു ജയിൽ. വക്കീലിന്റെ അടുത്ത് കേസ് വന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോടതിയുണ്ട്. കൊച്ചിനെ അവിടെ കൊണ്ടുപോയി. ഒരു നീണ്ട ക്യൂവിലെ കൊച്ചിരിക്കുകയാണ്. അവിടെ ടേൺ വന്നപ്പോൾ വക്കീൽ കേസ് വിസ്തരിച്ചു. പിഴ ഇത്ര ഡോളറാണ്, ഇല്ലയോ 1 day in jail. അവിടെ പിഴ കൊടുക്കാനില്ല. കോടതിയെ സ്തംഭിപ്പിക്കുന്ന ഒരു വിഷയം തുടർന്ന് നടന്നു. ജഡ്ജിയുടെ സീറ്റിൽ നിന്ന് ജഡ്ജി എഴുന്നേറ്റു. അദ്ദേഹം പുറത്തിട്ടിരിക്കുന്ന അവരുടെ ആ യൂണിഫോം ഊരി മാറ്റി ആ കസേരയിൽ വെച്ചു. ആ ജഡ്ജി ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു വന്നു. പെൺകുട്ടിയുടെ തൊട്ടടുത്ത് നിന്ന് പിഴയുള്ള ഡോളർ പോക്കറ്റിൽ നിന്നെടുത്ത് അതിന്റെ ഉത്തരവാദികൾ കൊടുത്തു. അവൾ ഫ്രീ ആയി. ഇതാണ് കർത്താവ് ചെയ്തത്. എന്താ നിയമം പറയുന്നത്? യു ഹാവ് ടു ഡൈ. സെപ്പറേഷൻ ഫ്രം ഗോഡ്. ജീസസ് പറയുന്നത്, ഐ വിൽ പേ ഇറ്റ്. ഇതാണ് പ്രായശ്ചിത്തം. അതനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വക്കീലിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിലും എനിക്ക് വേണ്ടിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. പാപത്തിൽ തുടരരുത്, പാപത്തിൽ തുടരരുത്. അത് മാരകമാണ്. ഇന്ന് രാത്രി ഞാൻ ഈ വചനത്താൽ മനസ്സിലാക്കുന്നു, ദൈവത്തോട് പാപത്തെ ഏറ്റുപറയാൻ ഇതിനകത്ത് ധാരാളം പേർക്ക് ആഗ്രഹമുണ്ട്. ഏറ്റുപറയുക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയാം. പാപത്തെ പാപത്തിന്റെ പേര് പറഞ്ഞ് ദൈവത്തോട് പറയണം, ഞാൻ ഇന്ന് കള്ളം പറഞ്ഞു.
സൂത്രമെടുക്കരുത്, എല്ലാം അങ്ങ് ക്ഷമിച്ചു തരാം. അതല്ല വ്യവസ്ഥ. ആധുനിക പ്രസംഗികൾ പറയുന്നത് ഇതൊന്നും സഭയ്ക്കുള്ള വാക്യമല്ലെന്ന തെറ്റിദ്ധരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ ഏറ്റെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടവളായി, ശുദ്ധീകരിക്കപ്പെട്ടവനായി ഊഷ്മളമായ വെളിച്ചത്തിൽ തുടർന്ന് നടക്കുവാൻ ആ ഗിൽറ്റി കോൺഷ്യസിൽ നിന്ന് നിനക്ക് വിടുതലുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് വെളിച്ചത്തിൽ നടക്കുന്നവരെ ഉദ്ദേശിച്ചാണ്. ഇരുട്ടിൽ തുടർമാനം നടന്നാൽ ദൈവവുമായിട്ട് നിനക്ക് ബന്ധം പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരു പ്രയോഗം അവിടെയുണ്ട്. രണ്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം, സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. അതെ, മുഴു ലോകത്തിന്റെ പാപത്തിന് വേണ്ടിയാണ് പ്രായച്ചിത്തമായത്. പക്ഷെ മുഴു ലോകത്തിന് ഇത് പ്രയോജനം വരുന്നില്ല. എന്താ കാര്യം? വിശ്വാസത്താൽ അവന്റെ പ്രവൃത്തി ഏറ്റെടുത്തില്ല. പ്രവൃത്തി ഏറ്റെടുത്ത നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനാണ് അപ്പോസ്തലൻ ഈ സുവിശേഷം പറയുന്നത്? പാപം ചെയ്യാൻ വേണ്ടിയല്ല. അഥവാ ഒരുത്തൻ ചെയ്താൽ വിടുതലുണ്ട്. ഇതാണ് സുവിശേഷം. കണ്ണുകൾ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശ്രേഷ്ഠമേറിയ വിശുദ്ധനായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചു ചേർത്ത ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം കൊടുക്കുക. വായ്കൾ തുറക്കട്ടെ, വായ്കൾ തുറക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ പാപവും വിടുവാൻ തയ്യാറാകട്ടെ. ശുദ്ധീകരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്തിന്റെ ശക്തി ഓരോ വ്യക്തികളിലും വെളിപ്പെടട്ടെ. വചനം നമ്മെ ശുദ്ധീകരിക്കട്ടെ. കളവിലും ചതിവിലും നാം ആകരുത്. ഇരുട്ടിൽ നടന്നുകൊണ്ട് കൂട്ടായ്മയുണ്ട് എന്ന് നീ പറയരുത്. അത് കള്ളം നീ പറയുകയാണ്. ഞാൻ പാപം ഒരിക്കലും ചെയ്തിട്ടില്ല, പാപം എനിക്കില്ല എന്നൊക്കെയുള്ള കളവ് നീ പറയരുത്. അത് ബന്ധനമാണ്. വിടുതലിന്റെ വഴി യോഹന്നാനിലൂടെ ആത്മാവ് തരുന്നുണ്ട്. ഏറ്റു പറഞ്ഞാൽ ഒരു ശുദ്ധീകരണമുണ്ട്. നിനക്കൊരു വക്കീലുണ്ട്. അവൻ നിനക്ക് വേണ്ടി പ്രായച്ചിത്തമായവനാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വചനത്തിരുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസനെ, ഈ വചനം എനിക്കത് വെളിപ്പെടുത്തി തന്നു. എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ രാത്രി ഒരു ഏറ്റുപറച്ചിലിൽ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവരെ ഇന്ന് രാത്രി ശുദ്ധീകരണം ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് കാണട്ടെ. കർത്താവ് നിങ്ങളുടെ കരമൊന്ന് കാണട്ടെ. കർത്താവ് നിങ്ങളുടെ കരമൊന്ന് കാണട്ടെ. മനുഷ്യനോടല്ല നമ്മുടെ ഏറ്റുപറച്ചിൽ. അല്ലല്ല, ഇവിടെ പുരോഹിതനോ പാസ്റ്ററോ ഇല്ല. നമ്മളോടല്ല ഏറ്റുപറച്ചിൽ. നേരിട്ട് നിങ്ങൾക്ക് ഏറ്റുപറയാം ദൈവത്തോട്. യേശു ഇടിവിൽ നിൽക്കുന്നുണ്ട്. എല്ലാ വായ്കളും തുറക്കട്ടെ. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ദൈവ വചനത്തിന്റെ ശക്തിക്കായി സ്തോത്രം. യേശുവിന്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം.